വീക്കെൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിത്യ. ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ വാർത്തകളിലേക്ക്. സഹകരണ സംഘങ്ങൾ അവരുടെ പേരിനൊപ്പം ബാങ്ക് എന്ന് ഉപയോഗിക്കുന്നതിനെതിരെ വീണ്ടും പത്രപരസ്യവുമായി റിസർവ് ബാങ്ക്. ഇത് മൂന്നാം തവണയാണ് RBI ഇതേ പരസ്യം നൽകുന്നത്. നിലവിൽ സുപ്രീം കോടതിയിൽ കേസ് നിലവിലുള്ളതിനാൽ അതിൽ തീരുമാനമാകട്ടെ എന്നതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കാത്തത്. വയനാട് ജില്ലയിലെ പുൽപ്പള്ളി സഹകരണ ബാങ്കിനുണ്ടായ നഷ്ടം അതിന് കാരണക്കാരായ ഭരണസമിതി അംഗങ്ങളിൽ നിന്നും സെക്രട്ടറി അടക്കമുള്ള ജീവനക്കാരിൽ നിന്നും ഈടാക്കാൻ സർക്കാർ ഉത്തരവിറക്കി. 9 പേരിൽ നിന്നായി 8.30 കോടി രൂപയാണ് തിരിച്ചുപിടിക്കുന്നത്. സർചാർജ് ഉത്തരവിനെതിരെ 9 പേരുടെ അപ്പീൽ തള്ളിക്കൊണ്ടാണ് സർക്കാർ അന്തിമ ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. സഹകരണ മേഖലയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ ക്രമവിരുദ്ധമായ പ്രവർത്തികളിലൂടെ സംഘത്തിന് നഷ്ടം വരുത്തിയ നടപടി അംഗീകരിക്കാനാവില്ലെന്ന് സഹകരണ വകുപ്പ് ഡെപ്യൂട്ടി ജനറൽ BT ബിജുകുമാറിന്റെ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സഹകരണ സംഘങ്ങളിലേക്കും ബാങ്കുകളിലേക്കുമുള്ള പരീക്ഷ ഓൺലൈൻ രീതിയിലേക്ക് മാറുന്നു. സഹകരണ പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷകളാണ് പുതിയ രീതിയിലേക്ക് മാറുന്നത്. ആദ്യ ഓൺലൈൻ പരീക്ഷ ഏപ്രിൽ 7 നടക്കും. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്കാണ് ആദ്യ പരീക്ഷ നടക്കുന്നത്. എല്ലാവർക്കും ഇൻഷുറൻസ് എന്ന ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പ്രവർത്തനത്തിലാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി. ഇതിനൊപ്പം ഉപഭോക്താക്കൾക്ക് സേവനം എളുപ്പത്തിൽ ലഭ്യമാക്കാനുള്ള നടപടികളും IRDA തുടങ്ങി. ഏപ്രിൽ 1 മുതൽ വിൽക്കുന്ന പുതിയ ഇൻഷുറൻസ് പോളിസികൾ പൂർണ്ണമായും ഡിജിറ്റൽ രൂപത്തിലാക്കണമെന്ന് കമ്പനികൾക്ക് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി നിർദ്ദേശം നൽകി. ഒരു സഹകരണ സംഘത്തിലെ ഉദ്യോഗസ്ഥന്റെ അടുത്ത ബന്ധുവിനെ ആ സംഘത്തിലെ ഒരു തസ്തികയിലും നിയമിക്കാൻ പാടില്ലെന്ന് മദ്രാസ് ഹൈക്കോടതി വിധിച്ചു. സഹകരണ സംഘത്തിൽ അസിസ്റ്റന്റ് മാനേജറായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ മകളെ അതേ സംഘത്തിൽ മാനേജറായി നിയമിച്ചുകൊണ്ടുള്ള നടപടി റദ്ദാക്കിയതിനെതിരെ സമർപ്പിക്കപ്പെട്ട റിട്ട് ഹർജി തള്ളിക്കൊണ്ട് ജസ്റ്റിസ് R വിജയകുമാറാണ് ഈ വിധി പുറപ്പെടുവിച്ചത്. ക്ഷീരോത്പാദക ക്ഷീരവികസന വകുപ്പ് കമ്മീഷണറെയും മറ്റും എതിർകക്ഷികളാക്കി S കീർത്തന എന്ന ഉദ്യോഗാർത്ഥി ഫയൽ ചെയ്ത കേസിലാണ് ഈ വിധി. റിസർവ് ബാങ്കിൽ നടന്ന കവർച്ചയുടെ ഭാഗമായി പോലീസിന് സംശയം. ബാങ്കുകളിലെ ലോക്കർ സൂക്ഷിപ്പ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കള്ളന് ചോർന്നു കിട്ടിയോ എന്നാണ് പോലീസിന്റെ സംശയം. തൃപ്പൂണിത്തുറ വൈക്കം റോഡിൽ കണ്ണൻകുളങ്ങരയ്ക്ക് സമീപമുള്ള ഇസാഫ് ബാങ്കിന്റെ ശാഖയിലാണ് കവർച്ച നടന്നത്. 2,68,000 രൂപയാണ് നഷ്ടപ്പെട്ടത്. ബാങ്കിന്റെ 1ാം നിലയിലുള്ള ലോൺ വിഭാഗത്തിന്റെ ലോക്കർ അലമാര തകർത്താണ് കവർച്ച നടത്തിയത്. പണം സൂക്ഷിച്ച അലമാര മാത്രം കൃത്യമായി തകർത്താണ് കവർച്ച നടത്തിയത്. റൂമിലെ മറ്റ് 2 അലമാരകൾ മോഷ്ടാവ് തൊട്ടിട്ടില്ല. തിങ്കളാഴ്ചയാണ് കവർച്ച ചെയ്യപ്പെട്ട ലോക്കറിലേക്ക് ബാങ്ക് പണം മാറ്റിയത്. ഇതാണ് ഇടപാടുകളെ കുറിച്ച് കൃത്യമായി അറിയുന്നവരാണ് കവർച്ച നടത്തിയതെന്ന സംശയം ഹിൽ പാലസ് പോലീസിനുണ്ടാകാൻ കാരണം. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. മധ്യപ്രദേശിൽ ധാന്യ സംഭരണവും റേഷൻ കടകളും നടത്തുന്ന എല്ലാ സഹകരണ സംഘങ്ങളെയും വിവരാവകാശ നിയമത്തിന് കീഴിൽ കൊണ്ടുവന്നതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു. അഴിമതി തടയാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഇതാദ്യമായാണ് മധ്യപ്രദേശിൽ ഇത്തരമൊരു നടപടിയെടുക്കുന്നത്. റേഷൻ കടകളിലെ സെയിൽസ്മാൻമാരുടെ ശമ്പള വിവരവും ഇനി പൊതുജനങ്ങൾക്ക് ജില്ലാ പോർട്ടലിലൂടെ അറിയാൻ കഴിയും. റബ്ബർ കർഷകരെ സഹായിക്കുന്നതിനായി കണ്ണൂർ കിളിയന്തറ സർവീസ് സഹകരണ ബാങ്ക് ആരംഭിച്ച റബ്ബർ ഷീറ്റ് ഫാക്ടറിയുടെ പണി ഈ മാസം പൂർത്തിയാകും. റബ്ബർ പാൽ സംഭരിച്ച മേൽത്തരം ഗ്രേഡ് റബ്ബർ ഷീറ്റാക്കി കർഷകർക്ക് നൽകുന്നതാണ് പദ്ധതി. സഹകരണ രംഗത്ത് ആദ്യമായാണ് ഇത്തരം ഒരു സംരംഭം. ബാങ്ക് സമർപ്പിച്ച ഈ വേറിട്ട പദ്ധതിക്ക് കേരള ബാങ്ക് മുഖേനയാണ് വായ്പ ലഭിച്ചത്. മഞ്ചേരി ഇന്ത്യൻ മാളിൽ റംസാൻ വിഷു ഫെസ്റ്റ് ആരംഭിച്ചു. ലാഡർ ചെയർമാൻ CN വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെയും ഖാദി ഗ്രാമോദ്योग ഭവനിന്റെയും കേരള ദിനേശ് സഹകരണ സംഘത്തിന്റെയും വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഫെസ്റ്റിലുണ്ട്. 30% വരെ റിബേറ്റ് ലഭിക്കും. സഹകരണ സ്ഥാപനങ്ങളുടെ തനതായ ഉൽപ്പന്നങ്ങൾ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനും മായമില്ലാത്ത ഉൽപ്പന്നങ്ങൾ അവരിലേക്ക് നേരിട്ട് എത്തിക്കുന്നതിനും സഹകരണ സ്ഥാപനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാനും ഇത്തരം ഫെസ്റ്റിലൂടെ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. വേനൽ ചൂടിൽ നഗരത്തിലെത്തുന്നവർക്ക് ആശ്വാസമായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കിന്റെ സൗജന്യ സംഭാരം. റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിലെ സിറ്റി ബാങ്കിന്റെ ശാഖയ്ക്കടുത്താണ് സംഭാരം വിതരണം ചെയ്യുന്നത്. ബാങ്ക് ചെയർപേഴ്സൺ പ്രീമ മനോജ് ഉദ്ഘാടനം ചെയ്തു. ദിവസവും മിൽമയുടെ 5000 പാക്കറ്റ് സംഭാരം വീതമാണ് നൽകുന്നത്. യാത്രക്കാർക്കും വഴിയോര കച്ചവടക്കാർക്കും ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും ഏറെ ആശ്വാസമാണ് ഈ സൗജന്യ സംഭാര വിതരണം. കഴിഞ്ഞ 15 വർഷമായി ബാങ്ക് ഈ സേവനം നടത്തി വരുന്നുണ്ട്. ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ വാർത്തകൾ ഇവിടെ അവസാനിച്ചു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.
സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളും വീഡിയോകളും നിങ്ങൾക്കും നൽകാം. അതിനായി മൂന്നാം വഴി online@gmail.com എന്ന മെയിൽ ഐഡിയിലേക്കോ 6238500515 എന്ന നമ്പറിലേക്കോ ബന്ധപ്പെടുക.